ഹിരണ്യകശിപു എന്ന അസുര രാജാവിന് ബ്രഹ്മാവിൽ നിന്ന് മരണമില്ലായ്മയുടെ വരം ലഭിച്ചു. ഒരു ദേവനോ മനുഷ്യനോ മൃഗത്തിനോ രാത്രിയിൽ അല്ലെങ്കിൽ പകലോ ഭൂമിയിൽ അല്ലെങ്കിൽ ആകാശത്തോ ഒരു ആയുധം ഉപയോഗിച്ചോ അല്ലാതെ മറ്റേതും കൊണ്ടും അവനെ കൊല്ലാൻ കഴിയില്ലെന്നായിരുന്നു ആ വരം. വരം ലഭിച്ച അവൻ സ്വയം ഭഗവാനാണെന്ന് ധരിച്ചു. ത്രിലോകങ്ങളും അത് അംഗീകരിക്കണമെന്നും അവൻ അത്യാഗ്രഹിച്ചു. എങ്കിലും അവന്റെ മകൻ പ്രഹ്ലാദൻ പരമവിഷ്ണുവിൽ അഗമ്യമായ ഭക്തനായിരുന്നു. നാരായണനാമം സദാ ഉരുവിട്ടുകൊണ്ടു ഇരിക്കുന്ന തന്റെ പുത്രനോട് ഹിരണ്യകശിപുവിനു അതീവ ദ്വേഷമായിരുന്നു. ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ പല പ്രയത്നങ്ങളും നടത്തി. പക്ഷേ ഭഗവാന്റെ കരുണയാൽ പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു. അവസാനത്തിൽ ഹിരണ്യകശിപു ഭഗവാനെ ചോദ്യം ചെയ്തു. അദ്ദേഹം എല്ലായിടത്തും. കോപം കൊണ്ട് ഹിരണ്യകശിപു കൊട്ടാരത്തിലെ ഒരു തൂണിലടിച്ചു. പെട്ടെന്ന് തൂണിൽ നിന്ന് ഘോരമായ ശബ്ദത്തോടുകൂടി ത്രിലോകവും നിറപ്പിച്ചുകൊണ്ട് നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പകുതി മനുഷ്യനും പകുതി സിംഹവുമായ രൂപം അസുരനെ ഭീതിപ്പെടുത്തി. ഭൂമിയിലും ആകാശത്തുമല്ലാതെ തന്റെ മടിയിൽ ഇരുത്തി പകലും രാത്രിയുമല്ല ത്രിസന്ധ്യ നേരത്തു ഹിരണ്യകശിപുവിനെ ഒരു ആയുധവും ഇല്ലാതെ വെറും തന്റെ കൊഴുത്ത നഖങ്ങളാൽ വയറുകീറി നിഗ്രഹിച്ചു. ശേഷം തന്റെ പ്രിയ ഭക്തനായ പ്രഹ്ലാദനെ തന്റെ ഒരു കുഞ്ഞിനെ എന്ന പോലെ ഭഗവാൻ ആശ്ലേഷിച്ചു, അനുഗ്രഹിച്ചു. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയും നാമജപവും ദൃഢമായ വിശ്വാസവും നമ്മെ എത്രത്തോളം സംരക്ഷിച്ചു രക്ഷ നൽകും എന്ന് ഭക്തശിരോമണി പ്രഹ്ലാദ മഹാരാജിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നതാണ്.